ജീവിതത്തിൽ ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ട്. ചിലവർ നിലനിൽക്കും, ചിലവരങ്ങ് പോവും. പക്ഷേ അവരും ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ക്ലാസ് തൊട്ടുള്ളൊരു ബന്ധമാണ്. ട്യൂഷൻ സെൻറ്ററിലെയാണ്. ഒന്നിച്ച് പഠിച്ചു. 10ാം ക്ലാസ് വരെ ഒന്നിച്ച് ഞങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ടും ആ ഫ്രണ്ട്ഷിപ്പിനെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ചിലർ മാത്രമേ ഉള്ളൂ കേട്ടോ, കൂടെ പഠിച്ചവർ വേറെ കുറേ പേരുണ്ട്, കണ്ടാൽ പോലും മിണ്ടൂല. പക്ഷേ ചിലർ നമ്മളെ അങ്ങ് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങ് തോന്നുന്ന ചിലരുണ്ട്. സദ്യയുടെ കാര്യം പറഞ്ഞാൽ സൂപ്പർ സദ്യയായിരുന്നു. 3 പപ്പടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു വലിയ സന്തോഷമാണ്. കാരണം സാധാരണ ഒരു പപ്പടമല്ലേ കിട്ടത്തുള്ളൂ. വീണ്ടും സാമ്പാറിൻ്റെ കൂടെ ഒരു പപ്പടം കഴിക്കാൻ ചോദിക്കാൻ തന്നെ നാണക്കേട്. എന്നാൽ ഇവർ 3 പപ്പടമൊക്കെ വെച്ച് ബോളിയും പായസവും സൂപ്പറായിരുന്നു. വേലൊരു വില്ലനായതുകൊണ്ട് തന്നെ സൺസ്ക്രീനൊക്കെ തേച്ചു. ഇവൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കാം അവരുടെ കാർഡ് മുക്കിക്കൊണ്ട് വന്നത്. കുറ്റം പറയാൻ പറ്റത്തില്ല. നല്ല സദ്യ തന്നെയായിരുന്നു കേട്ടോ. നല്ല കല്യാണമായിരുന്നു. അപ്പോൾ അവന് നല്ലൊരു വിവാഹ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും പോകുന്നത് ഞങ്ങളൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണ്. ആളുടെ അടുത്ത് പോയി. ആളുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. കുറേ ചളികളും കുറേ പഴയ കഥകളും ഒക്കെ പറഞ്ഞു. ഒരു ഫ്രണ്ടിനെ കിട്ടുമ്പോൾ ഒരു ഫാമിലിയെയും കൂടെയാണ് കിട്ടുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കണം അല്ലേ. അത് കീപ്പ് ചെയ്യാനും അതിനെ മുന്നോട്ട് കൊണ്ട് നടക്കാനും വലിയ കാര്യം തന്നെ.